പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ്. ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്. ഇന്ത്യ അരുമ പൂങ്കാവ്. ഒരു മരത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ വിവിധ ഭാഷകളിൽ മൊഴിഞ്ഞു വാഴുന്നു. ജനം മൊഴിഞ്ഞു വാഴുന്നു. ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ഒക്കെ ഭക്ഷണം ഭയങ്കരമായിട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുക, വരുന്ന അതിഥികളെ സ്വീകരിക്കുക, മനസ്സ് നിറച്ചവർക്ക് സന്തോഷവും സ്നേഹവും കൊടുക്കുക എന്നുള്ളത് ഒരു മതേതരത്വത്തിൻ്റെ എന്താ പറയുക, അത് മുറുകെ പിടിക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ലയും ഈ നിലമ്പൂരും ചേരുന്നത്. ഞാൻ ബാപ്പുട്ടിയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പം, ഷൗക്കത്ത് സാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പം ഏകദേശം 2007 മുതൽ 2014-15 വരെ നഗരസഭയുടെ ചെയർമാൻ ആയിരിക്കുന്നവരെ അദ്ദേഹം ചെയ്തിരുന്ന പ്രോജക്റ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് അതിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ 2007 അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പം ജ്യോതിർഗമയ പ്രോജക്റ്റ്, കാരണം എല്ലാ അമ്മമാർക്കും 4-ാം തരം വിദ്യാഭ്യാസം തുല്യത കൊടുക്കുന്ന പദ്ധതി തുടങ്ങി കോളനികളിലെ കുട്ടികൾക്ക് പഠനമാണ്, വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഒപ്പത്തിനൊപ്പം പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇത് കഥകളിലൂടെയും പാട്ടുകളിലെയും കുട്ടികളെ വൈകുന്നേരം ഒരു ഫെസിലിറ്റേറ്ററെ നിർത്തി, ഓരോ കോളനികൾക്കും ഓരോ ഫെസിലിറ്റേറ്റർമാരെ നിർത്തി അവിടെ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആ ഫെസിലിറ്റേറ്റർ നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ പാട്ടിലൂടെയും കഥകളിലൂടെയൊക്കെ ഒരു എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ നിലമ്പൂരിൽ താമസിച്ച് വർക്ക് ചെയ്യായിരുന്നു. അതെ, ഞങ്ങളൊരു 9 പേരോളം ആ ഷൗക്കത്ത് സാറിൻ്റെ ആ പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി. അപ്പം ഞാൻ കുട്ടികളുടെ ഒപ്പത്തിനൊപ്പം പ്രോജക്റ്റുകളാണെങ്കിൽ കൂടെയുള്ളവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളുണ്ട്. പെട്ടെന്ന് ഡൽഹിയിലേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞ് വിളിച്ചപ്പം ആദ്യം ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് തരുന്നത് കുഞ്ഞാക്കയാണ്, ആര്യാടൻ സാറാണ്. അപ്പം അത്ര പോലും നമ്മളൊക്കെ വളരണം, പാർട്ടിക്ക് അതൊരു മുതൽക്കൂട്ടാകുമെന്ന് അങ്ങനെ നമ്മളെയൊക്കെ വളർത്തിയെടുത്ത ഒരാൾ കൂടിയാണ് കുഞ്ഞാക്ക. ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ നേതൃപാഠവും കാര്യശേഷി അതൊക്കെ എങ്ങനെയാണ് ഒരു ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ കഴിയുക, അടുത്ത് പരിചയമുള്ള ആളെന്ന്? കുഞ്ഞാക്കയുടെ വീടിൻ്റെ ഗേറ്റ് എത്രയോ കാലങ്ങളായി അടയ്ക്കാറേ ഇല്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, വീടിൻ്റെ ഉമ്മറത്തെ വാതിൽ അടയ്ക്കാറേ ഇല്ല. ഏത് സമയത്തും ആർക്കും കയറി വന്ന് പ്രയാസങ്ങൾ പറയാനും, ഇപ്പോൾ മരുന്ന് മേടിക്കാൻ പോലും പ്രയാസപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് ചീട്ടുമായിട്ട് കുഞ്ഞാക്കേനെ കാണാൻ വരുന്ന അല്ലെങ്കിൽ ബാപ്പുട്ടിക്കാനെ കാണാൻ വരുന്ന ആളുകളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ജനങ്ങളുമായിട്ട് ഇടപഴകി അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വീടാണ്. ആ കുഞ്ഞാക്കയുടെ ഒരു നേതൃപാടവം കണ്ടു വളർന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്നത്തെ ഒരു നഗരസഭയുടെ ചെയർമാൻ, എല്ലാവരുടെയും ബാപ്പുട്ടിക്ക ഈ നിലമ്പൂരിൽ ജനനായകനായി MLA ആയിട്ട് കടന്നു വരിക എന്നുള്ളത് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് സൗഖ്യമെന്ന് പറയുന്ന ഒരു പദ്ധതി, ആരോഗ്യ കാർഡ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് 2007 രൂപം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് സാറിന്റെ കാര്യം പറയേണ്ടതില്ല. പ്രചരണ രംഗത്തും പാട്ടുകൾ ഉണ്ടാവുമോ? എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടോ? ആതിരപ്പൂവിച്ചെടുത്ത് പോകില മാഞ്ചോട്ടി പോകിലാടാ, കെട്ടിയാത് വായാട് കണ്ടേനാ മാഞ്ചോട്ടി കണ്ടേനാടാ, ആഹോയ് ആഹോയ് ആഹോയ്.